Okay, you're experts in subtraction. Before starting, let's discuss the properties of subtraction. Subtraction problems start in the properties. There are a few properties of subtraction. We need to learn it. Okay, that is really. Now, don't ask me the page number now. I'll tell you later because I'm just telling it. No need to look at the textbook. Listen to me. First property. When you subtract 0 from a number, the difference is the number itself. Okay, we are going to learn the 3 properties of subtraction. What we are going to learn? Properties of subtraction. Okay. First property says that when you subtract 0 from a number, the difference is the number itself. Okay. When you subtract 0 from a number. When you subtract 0 from a number, the difference is the number itself. No. I'm explaining this. I don't say that. Okay, when you subtract 0 from a number, the difference is the number itself. What is the word? What is the meaning of the word? No, listen to me. Okay, listen to me. What is the meaning of the word difference? ഉണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ കുട്ടികളെ നിങ്ങൾ വേറൊന്നും ഇപ്പൊ എന്നോട് സംസാരിക്കല്ലേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടോ ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾ കേട്ടോ നിങ്ങൾ ഡിഫറൻസ് എന്നുള്ള വേർഡ് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ആക്ച്വലി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് മീനിങ് അല്ലാതെ വേറെന്താ അറിയാവുന്നത് വേറെ സാധനവും തമ്മിൽ വ്യത്യാസം ഓക്കെ ആക്ച്വലി നിങ്ങൾ ഓക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കുറെ സബ്ട്രാക്ഷൻ ചെയ്തു അല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ സബ്ട്രാക്ഷൻ ചെയ്തു ഫോർ an example 24 minus 13. 24 minus 13. What happened to this? Yeah. 4 minus 3. 1. 4 minus 3. 1. 2 minus 1. 1. Our answer is 11. So 24 minus 13 equal to 11. ഈ 11 ആണ് നമ്മൾ എന്ത് പറയുന്നത് ഡിഫറൻസ് 24 എന്ന നമ്പറും 13 എന്ന നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് this 11. ഓക്കെ നിങ്ങൾ സബ്ട്രാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഇല്ലേ that value is known as the difference. Clear? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 11. ക്ലിയർ മനസ്സിലായോ I'll tell you another example. So 9 minus 5. What is 9 minus 5?
4. 5 പോയാൽ 4. So this 4 is known as the difference. ഈ subtraction ചെയ്ത് കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ആണല്ലേ 4. ഈ 4നെയാണ് നമ്മൾ ഡിഫറൻസ് എന്ന് പറയാം. ഓക്കെ, 9 എന്ന നമ്പറും 5 എന്ന നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്. 9നോട് 4 ആഡ് ചെയ്യുമ്പോൾ 5നോട് 4 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 9 കിട്ടുന്നത് അല്ലേ. അപ്പൊ 9 എന്ന നമ്പറും 4 എന്ന നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അല്ലെങ്കിൽ ഈ എക്സാമ്പിളില് 9 എന്ന നമ്പറും 5 എന്ന നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് നമുക്ക് കിട്ടിയ ഈ 4. ക്ലിയർ? Did you understand what is difference? Yeah, subtraction ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ വാല്യൂനെയാണ് ഡിഫറൻസ് എന്ന് പറയാം. അതൊക്കെ അല്ലേ? നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ? Yes. Okay. Now let me explain the property. Yes, teacher. Okay. So, when you subtract 0 from a number, what is the meaning of 0? 0 means nothing, empty, null. Okay. 0 means nothing. ഒന്നുമില്ല അല്ലേ? When you subtract a number, when you subtract 0 from a number, the difference is the number itself. എന്താ പറയുന്നതെന്ന് വെച്ചാല് ഒരു നമ്പറിൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താല് അതിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? നമുക്ക് ഫൈനലി കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? മിസ് കേൾക്കുന്നില്ല. എല്ലാവർക്കും കേൾക്കുന്നില്ല? അതൊരാൾക്ക് മാത്രമേ ഉള്ളോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ കേൾക്കാത്ത ആൾക്ക് ചിലപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. മോള് അന്ന് നെറ്റ്വർക്കിന്റെ കാര്യം. ഓക്കെ, സോ നമ്മള് ഒരു നമ്പറിന്ന് 0 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ എന്തായിരിക്കും പറഞ്ഞേ? അതേ നമ്പർ എന്ന് പറഞ്ഞ 0 ആണോ? അല്ല അല്ലേ? Yeah, I'll tell you an example. 5 minus 0. What will be the value? 5. Okay. 5. ഒന്നുകൂടെ പറഞ്ഞു തരാം. So, there are 5 fingers in my hand. അല്ലേ? There are 5 fingers in my hand. Okay. I am going to subtract 0. Subtract 0 എന്ന് പറഞ്ഞാല് ഇങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നോർമലി കൈ മടക്കാണല്ലേ ചെയ്യുന്നത്. I am going to subtract 0 എന്ന് വെച്ചാല് I am going to do nothing. 0 സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഒന്നും നമ്മള് സബ്ട്രാക്ട് ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ 5ന്ന് നമ്മൾ ഒന്നും കുറയ്ക്കുന്നില്ലെങ്കിൽ ഇത് 6 നമ്പർ ആടാ. 1 4 9 3 4 8 3 6 4 8. Dion, അവിടെ എന്താ ബിസിനസ്? വാട്ട് ആർ യു ഡൂയിങ് ദേർ? ആരുടെ നമ്പർ ഇപ്പൊ അറിയേണ്ടത് അത്യാവശ്യമായിട്ട്? ലിസൺ ടു മീ കെയർഫുള്ളി. ഞാൻ ആദ്യമേ പറഞ്ഞു, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല. ഓക്കെ, ലിസൺ ടു മീ. സോ 5ന്ന് 0 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാല് ഐ ആം ഡൂയിങ് നത്തിങ്. ഞാൻ 0 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല എന്നല്ലേ? ഒന്നും ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്റെ കയ്യിൽ 5 ഫിംഗേഴ്സ് എടുത്ത് വെച്ചാൽ 5 തന്നെ ഉണ്ടാവും. അപ്പൊ ഞാൻ 3 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ 1 2 3 എന്റെ 2 ഫിംഗേഴ്സ് റിമൈനിങ് ഉണ്ടാവും. അപ്പൊ എന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 2 ആയിരുന്നു അല്ലേ? പക്ഷെ ഞാൻ 0 ആണ് സബ്ട്രാക്ട് ചെയ്തത്, അതുകൊണ്ട് ഒരു ഫിംഗറും ഫോൾഡ് ചെയ്യേണ്ടി വന്നില്ല. സോ മൈ വാല്യൂ ഇസ് 5. ഏതെന്നാണോ 0 സബ്ട്രാക്ട് ചെയ്യുന്നത് ആ വാല്യൂ തന്നെ ആയിരിക്കും നമ്മുടെ ഡിഫറൻസ്. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, മൈനസ് ചെയ്യാം.
subtraction. Okay. അതാരാ ചോദിച്ചേ? Okay, 5 minus 0 equal to 5. Next, then what will be 24 minus 0? 54 minus 0? I'm giving you bigger value. 50. 54. 100 minus 0? 100. What will be the value, whether it is big or small? If we subtract 0 from a number, then we will get the same number. ഇനി 0 ആണ് നമ്മൾ subtract ചെയ്യില്ലെങ്കിൽ ഒരു ടെൻഷനും ഇല്ല അല്ലെ, ആ നമ്പർ അതേപോലെ എഴുതിയെടുത്താൽ മതി. Okay, subtraction with a 0 is really simple. Okay. Next question. ഇനി ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു നമ്പർ. Next question അല്ല, second property. When you subtract a number from itself, the difference is 0. Okay. When you subtract a number from itself, the difference is 0. അങ്ങനെ എഴുതി കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആവും, but it is very simple. When you subtract a number, okay, I'm going to subtract, this is my number, okay. I'm going to subtract 5. ആ ഒരു നമ്പറിന് അതേ നമ്പർ കുറയ്ക്കാൻ പോവാണത്. ഫസ്റ്റ് സെന്റൻസ് അതാ പറയുന്നത്, when you subtract a number from itself. ഒരു നമ്പർ അതിന്ന് തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, അതിന്ന് തന്നെ കുറയ്ക്കുമ്പോൾ, what will you get? We get 0. Okay, I'll show you. Okay, very good. Second property says that, see, these are my 5 fingers. Okay, I have 5 fingers in my left hand. Okay. സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത്, ഇപ്പൊ നമ്മുടെ 5 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് അല്ലേ, ഇപ്പൊ നമ്മൾ എത്ര സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്? 5 തന്നെ സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട് 5 ഫ്രം 5. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. 5 ഫിംഗേഴ്സ് ഉണ്ട്, 5 സബ്ട്രാക്ട് ചെയ്യാൻ പോവുക. 1 2 3 4 5. ഓക്കെ, I did the subtraction. 5 നിന്ന് 5 ഞാൻ സബ്ട്രാക്ട് ചെയ്തു, അല്ലെങ്കിൽ 5 നിന്ന് 5 ഞാൻ കുറച്ചു. ഇപ്പൊ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? ഇപ്പൊ ഫിംഗേഴ്സ് ഒന്നും. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി. വെൻ യു സബ്ട്രാക്ട് എ നമ്പർ ഫ്രം ഇറ്റ്സെൽഫ്, അതേ നമ്പറിൽ നിന്ന് തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോ റിസൾട്ട് എന്താണ്? It is the difference is 0. Very good. Now let's see some examples. You have to tell me. Okay, 25 minus 25 equal to 0. Okay. 12 minus equal to 0. Did you get that? രണ്ട് പ്രോപ്പർട്ടി പഠിച്ചു അല്ലേ? Let's learn the third. Let's see the third property. When you subtract when you subtract 1 from a number, the difference is the number before. Okay. When you subtract 1 from a number, the difference is the number before. Okay.
അതൊന്നുമില്ല. നമ്മള് ഒരു നമ്പറിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്പർ എന്താണ്? അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ആണല്ലേ. ഇപ്പോ 9 1 മൈനസ് ചെയ്യുകയാണെങ്കിൽ what will you get? Suppose we are subtracting 1 from 9. Yeah. 8 എന്താ 9ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ ആണല്ലേ. Yes. Yeah, same way we are subtracting 1 from 7. What will you get? 7 minus 1? 6. Okay. Okay. ഈ 6 എന്ന് പറയുന്നത് 7ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ ആണ് അല്ലേ. 7നേക്കാളും തൊട്ട് മുമ്പ്, അങ്ങ് ദൂരെയല്ല, തൊട്ടടുത്തുള്ള നമ്പർ ആണ്. 7ന് മുമ്പേ ആണ് അല്ലേ. So when you subtract 1 from a number, the difference is the number before. Okay, let's see some example. 14 minus 1 equal to 13. Very good. 13 comes before 14, right? 14 തൊട്ട് മുമ്പാണ്. Just before 14. 13 comes just before 14. And what is next? 85 minus 1? Yeah, tell me. 84. 84. 85 minus 1 equal to 84. And 84 is just before 85. എന്തോ ആരോ എന്നോട് എന്തോ പറയുന്നുണ്ട്. എന്തോ പേജ് അല്ലല്ലോ, ഞാനിപ്പോ ഇങ്ങോട്ട് നോക്കാനല്ലേ പറഞ്ഞ ബോർഡില്. പേജിന്റെ കാര്യം ഞാൻ പിന്നെ പറയാനാ പറഞ്ഞത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാനാ പറഞ്ഞത്. ഓക്കെ. So 85 minus 1 equal to 84. And 84 comes just before 85. ഇനി വേറെ ചെറിയ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 minus 1. We know നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്നതാണ് 1 2 3 4 അല്ലേ. അപ്പൊ 2ന് തൊട്ട് മുമ്പ് ഏതാ? 1 ആണ് വരാ. So we learn 3 properties. When we subtract 0 from a number, we will get the same number. The difference is the number itself. So when we subtract a number from itself, the difference is 0. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങളുടെ തലയിൽ കയറില്ല. But I know that you understand the concept. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? Okay. Now you can take your text, page number 111. That's the page number. Listen to me carefully. Then choichondirikkunnu page number 111. Page number. Okay, did you take it? There is a portion describing the properties of subtraction. Page number 111 properties of subtraction പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അതിപ്പോ മിസ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് പറയുന്നത്. Okay, now you tell me what is 7 minus 0? It's in your text. 7 minus 0 is 7. Oh no. 7. Okay. 7. Very good. 16 minus 7. 16. Okay, now 100 minus 0. 100. Okay, you can fill in the blanks. You can fill the blanks. 0. Okay, next. Tell me now, what is 15 minus 15? 0. 13 minus 0.
Okay, very good. So now you tell me what is 14 minus 1? Yeah, 13 is the number comes just before 14 alle 14 തൊട്ട് മുമ്പേ വരുന്ന നമ്പർ ആണ് 13. 13 തൊട്ട് മുമ്പേ 13 എന്നല്ലേ നമ്മൾ പറയാ. Okay. One subtract ചെയ്യുമ്പോൾ we will get the difference is the number just before the number. Now 100 minus 1. What is 100 minus 1? 99. Yeah, 99. Okay. 99. Clear. 99. Okay, very good. Now we are going to learn 100. Okay. So that is clear, you know, all the three properties. Did you understand the three properties? Yes. Now we are going to do the subtraction. Let's do the subtraction. Subtraction by regrouping. Okay. ഇതുവരെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എന്താ ചെയ്തേ, വലിയ ബിഗർ നമ്പറിന് സ്മോളർ നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് അല്ലേ. we can easily subtract 5 from 9. 9 minus 5 equal to 4. You know that. Okay. So here also we are going to do the subtraction from the bigger number. നമ്മൾ വലിയ നമ്പർ എന്നാണ് ചെയ്യുന്നത്, പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. Let's see that. Suppose I have 27 chocolates with me. ആരവിടെ സംസാരിക്കുന്നേ? ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് പറയാൻ പോവാണ്. അവിടെ ഇവിടെ നോക്കിയിട്ട് നസ, വേർ ആർ യു ലുക്കിംഗ് അറ്റ്? ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ തിരിഞ്ഞിരിക്കുന്നേ, ഇങ്ങോട്ട് നോക്കിയിരുന്നു. പേജ് നമ്പർ അല്ല മുത്തേ, മിസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. മിസ് പറയാൻ പോകുന്ന കാര്യം ടെക്സ്റ്റിൽ ഇല്ലാത്ത എക്സാമ്പിൾ ആണ്. ഓക്കെ, I have 27 chocolates with me. Okay, എന്റെ കയ്യില് how many chocolates are there in my hand? Yeah, I have 27 chocolates with me, and I gave 9 chocolates to Sumamis. 9 chocolates I gave it to Sumamis. Okay, so could you please tell me how many chocolates are there in my hand now? You can find it using your fingers. Okay, 19. Okay, 19. Okay, you have different values. How you calculating it? Ningala fingers calculate it. Namukku? Yeah. Okay. 18 is the correct answer, and let's see how get that answer. Okay. നമ്മള് സബ്ട്രാക്ഷൻ ചെയ്യാൻ പോവാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ, ശ്രദ്ധിക്കണം. Number of chocolates in my hand 27, and I gave 9 chocolates to Sumamis. 9, right? 9 chocolates I gave to Sumamis. So what we have to do, we have to subtract or minus this 9 from this 27. ഈ 27 ആയിരുന്നു എൻ്റെ കയ്യിലെ ചോക്ലേറ്റ്. ഞാൻ സുമാമിസിന് 9 ചോക്ലേറ്റ്സ് കൊടുത്തു. ഇനി എത്ര എന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ 27 9 സബ്ട്രാക്ട് ചെയ്യണം. കറക്റ്റ് അല്ലേ? Is it correct? 27 9 സബ്ട്രാക്ട് ചെയ്താൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ചോക്ലേറ്റ്സ് എത്രയാന്ന് കിട്ടും. കറക്റ്റ്? So I'm going to do it. Okay. See, what is 7 minus 9? ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ? We can't do this. എത്ര സിമ്പിൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. 7 എന്താണ്? 7 വൺസിന്റെ പ്ലേസിൽ വരുന്ന ഒരു നമ്പർ ആണല്ലേ.
7ഉം 9ഉം. 7 and 9 comes in the place of ones. Right? അതും കൂടെ ഞാൻ മാർക്ക് ചെയ്യാം. 19. Okay. Mr. 19. 19. Okay, these are can before that just listen to me. This is the place of ones, place of tens. You know that. Alle padichitille place of ones, place of tens, place of hundreds. Padichittundo? Ille? Yes. Yeah, okay. So Yes. okay, okay. Yes. Thank you. So here 9 and 7 comes in the place of ones, correct? Yeah, നമ്മൾ നോർമലി കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിയ ബിഗർ നമ്പറിന് സ്മോളർ നമ്പർ ആയിരുന്നു സബ്ട്രാക്ട് ചെയ്തത് അല്ലേ? പക്ഷെ ഇവിടെ എത്തിയപ്പോ എന്താ, നമുക്ക് 7 സ്മോളർ ആണ് കമ്പയറിംഗ് ടു 9. 9നേക്കാളും സ്മോളർ ആണ് 7 അല്ലേ? അപ്പൊ 7ന് 9 മൈനസ് ചെയ്യാൻ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 7 9നേക്കാളും ചെറുതായതുകൊണ്ട് 7 പാവം, ഞാൻ ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞ് നിൽക്കാണ്. അപ്പൊ ഉണ്ട് തൊട്ടടുത്ത് ആരുണ്ട്? പ്ലേസ് ഓഫ് ടെൻസിൽ ആരുണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പൊ 7ന്റെ വിഷമം കാണുമ്പോ ഈ 2 എന്ന് പറയുന്ന ഇറ്റ് കംസ് ഇൻ ദ പ്ലേസ് ഓഫ് ടെൻസ്, റൈറ്റ്? ഓക്കെ, സോ ഈ 7നെ 9നേക്കാളും വലിയ വാല്യൂ ആക്കണം അല്ലേ? അതാണ് നമ്മുടെ ഉദ്ദേശം. ഒന്നെങ്കിൽ ഇത് 9 ആവണം, അല്ലെങ്കിൽ 9നേക്കാളും ബിഗ്ഗർ വാല്യൂസ് ഇവിടെ വരണം. എന്നാലേ നമുക്ക് ഈ 9 വെച്ച് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ 7നെ 9 ആക്കാൻ പോസിബിൾ അല്ല, പക്ഷെ വേറൊരു വാല്യൂ ആക്കാൻ പറ്റും. എങ്ങനെ? നമ്മൾ ഈ 2നോട് പറയും, നിന്റെ കയ്യില് 10ന്റെ പ്ലേസിൽ 2 വരും. നിങ്ങള് 2 ടെൻസ് ഇല്ലേ, അതിൽ ഒരു ടെൻസിന് എനിക്ക് തരുമോ? ഞാൻ അപ്പൊ 17 ആവും. ഓക്കെ, 2നോട് ചോദിക്കും, പ്ലീസ് ഗീവ് മീ 1 10. ഒരു 10 എനിക്ക് തരാൻ വേണ്ടി പറയും. അപ്പൊ 2 എന്ത് ചെയ്യും? പാവല്ലേ എന്ന് വിചാരിച്ച് എന്ത് കൊടുക്കും? ഒരു 10 കൊടുക്കും. 2ന്റെ ഈ പ്ലേസിൽ എത്ര ടെൻസ് ഉണ്ട്? 2 ടെൻസ് അല്ലേ? ഫസ്റ്റ് നമ്പറിനെ മാത്രമേ നമ്മൾ നോക്കൂ. 2 ടെൻസ് ആർ ദേർ. ഓക്കെ, അപ്പൊ 7 എന്ത് ചെയ്യും? ഒരു 10 എനിക്ക് ചോദിക്കുമ്പോ കൊടുക്കും. ഓക്കെ, അപ്പോ ഈ 110 ഈക്വൽ ടു വാട്ട്? ഒരു 10 എന്ന് പറഞ്ഞ 1t, ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻസ് ആണല്ലേ? ഒരെണ്ണം കൊടുക്കാന്ന് പറയുന്നത്, ഒരു 10 കൊടുക്കാന്ന് പറയുന്നത് 10 വൺസ് ആണല്ലേ? അല്ലേ? ഈ 1 എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോ എത്രയായി? 10 വൺസ് ആയി. 10 വൺസ് കൂടുമ്പോ അല്ലേ നമുക്ക് 10 കിട്ടുന്നത് അല്ലേ? മനസ്സിലായോ? 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതല്ലേ നമ്മുടെ 10. ഓക്കെ, അപ്പൊ ഈ 2 ഒരു 1 കൊടുക്കുമ്പോ 70ന്റെ അടുത്ത് എത്തുമ്പോൾ എന്തായി? 10 വൺസ് ആയി. ആ 110 എന്ന് പറയുന്നത് 10 വൺസ് ആയി. ഓക്കെ, അപ്പൊ ഈ 10 വൺസും പിന്നെ ഇവിടെ എത്ര വൺസ് ഉണ്ട്? ഓൾറെഡി ഇവിടെ 7 വൺസ് ഉണ്ടല്ലേ? യെസ്, ആ 7 വൺസും കൂടെ കൂട്ടി ടോട്ടൽ എത്ര വരും? 17 വൺസ് വരും. ക്ലിയർ? മനസ്സിലായോ? കുറച്ചു പേർക്ക് മനസ്സിലായിട്ടില്ല, അത് എനിക്ക് മിസ്സിന് മനസ്സിലായി. ഒന്നുകൂടെ ഞാൻ വരച്ച് കാണിക്കാം. പക്ഷെ ഞാൻ വരയ്ക്കുമ്പോ ഭയങ്കര വൃത്തിയുടെ പോകുന്നു. ഓക്കെ, എൻ്റെ 27 ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. 9 ചോക്ലേറ്റ്സ് ഞാൻ സുമാ മിസ്സിന് കൊടുത്തു. സോ 7 എനിക്ക് 9 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം 7 9നേക്കാളും ചെറിയ വാല്യൂ ആണ്. ഒന്നെങ്കിൽ ഇവിടെ 9ഓ അതിന്റെ മേലെയുള്ള വാല്യൂസ് വന്നാൽ എനിക്ക് ഈസി ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാമായിരുന്നു അല്ലേ? ഇപ്പൊ 7 ഇവിടെ വിഷമിച്ചിരിക്കുമ്പോ തൊട്ടടുത്തുണ്ട്, ദിസ് ഇസ് പ്ലേസ് ഓഫ് വൺസ്, ദിസ് ഇസ് പ്ലേസ് ഓഫ് ടെൻസ്.
ടെൻസിന്റെ പ്ലേസിൽ എന്തുണ്ട്? there is 2. ഓക്കെ, അപ്പൊ 7 ചോദിക്കും നീ എനിക്കൊരു 10 വൺസ് തരുമോ? എനിക്കൊരു 10 വൺസ് കിട്ടിയ ഇത് 10ന്റെ പ്ലേസിലായതുകൊണ്ട് എന്താ ടെൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? 5 6 ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, 5 വൺസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, പകുതി ഒന്നും കൊടുത്തില്ല. 10 വൺസ് മാത്രമേ മിനിമം കിട്ടത്തുള്ളൂ. അപ്പൊ 10 വൺസ് തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ 9നേക്കാളും വലിയ വാല്യൂ ആവുമെന്ന് പറയും. ഇപ്പൊ 2 പാവമാണ്, എന്താ 7 എന്ത് കൊടുക്കും? 1 10 കൊടുക്കും, ഒരു 10 കൊടുക്കും. ഒരു 10ൽ എത്ര വൺസ് ഉണ്ട്? How many ones are there in 110? 110 equal to 10 ones. ഓക്കെ, ഇതും ചിലപ്പോൾ നിങ്ങളുടെ തലയിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഡോണ്ട് വറി. അപ്പോ ഈ ഒരു 10നെ 17 കൊടുക്കുമ്പോ മിസ് പറഞ്ഞു ഈ ഒരു 10ല് 10 വൺസ് ഉണ്ട് അല്ലേ? ഈ 7 ഓൾറെഡി എത്ര വൺസ് ആണ്?